അശരി അഖീദയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ഹിജ്റ 324 മരണപ്പെട്ട ഇമാം അബുൽ ഹസൻ അലി അശ്അരിയുടെ അൽ ഇബാനത്തു അൻ ഉസൂലി ദിയാന എന്ന പ്രസിദ്ധ ഗ്രന്ഥമാണിത്. ഇതിന്റെ 413 പേജിൽ മഹാനവറുകൾ പറയുകയാണ്, വസഅമത്തിൽ മുഅ്തസിലത്തു വൽ ഹറൂരിയത്തു വൽ ജഹ്മിയത്തു, പിഴച്ച കക്ഷികളായ മുഅ്തസിലത്തും ജഹ്മിയത്തും വാദിച്ചു, അന്നല്ലാഹ അസ്സ വജല്ല ഫീ കുല്ലി മക്കാനിൻ, അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് അവർ വാദിച്ചു. ഫലസിമഹും അന്നഹു ഫീ ബത്നി മറിയമ, അവരുടെ വാദപ്രകാരം അല്ലാഹു മറിയമിന്റെ ഉദരത്തിലുമുണ്ട്, വഫിൽ ഹുശൂഷി പുല്ലുകളിലുമുണ്ട്, വൽ അഹ്ലിയ ബാത്റൂമിലും ഉണ്ട്. വഹാദ ഖിലാഫുദ്ദീൻ, ഇത് ദീനിന് എതിരായ വാദമാണ്. തആലല്ലാഹു അൻ ഖൗലിഹിം, അവരുടെ വാദങ്ങളിൽ നിന്ന് അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ഇമാം അശ്അരിയുടെ അൽ ഇബാന എന്ന ഈ ഗ്രന്ഥത്തിൽ ഹിജ്റ 561 മരണപ്പെട്ട കേരളക്കരയിൽ വളരെ സുപരിചിതനായി അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹുവിന്റെ അൽ ഉന്യ എന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ 84 പേജിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ വിവരിക്കവേ മഹാനവറുകൾ പറയുകയാണ്, വലാ യജൂസു വസ്ഫുഹു ബിഅന്നഹു ഫീ കുല്ലി മക്കാൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എല്ലായിടത്തുമുണ്ട് എന്ന് വിശേഷിപ്പിക്കൽ അനുവദനീയമേയല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഹിജ്റ 280 മരണപ്പെട്ട അബൂ സഈദ് ഉസ്മാനുദ്ദാരിമിയുടെ അർറദ്ദു അലൽ ജഹ്മിയ, ജഹ്മിയത്തുകൾക്കുള്ള മറുപടി എന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ 94 പേജിൽ അവരുടെ പല വാദങ്ങൾക്കെതിരെയും ധാരാളം ഖുർആൻ സൂക്തങ്ങളും ഹദീസുകളും ഉദ്ധരിച്ച ശേഷം ചില ചോദ്യങ്ങൾ ഉസ്മാനുദ്ദാരിമി അവരോട് ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം ഇതാണ്, അറഅയ്തും ഇത് കുൽത്തും ഹുവ ഫീ കുല്ലി മക്കാനിൻ വഫീ കുല്ലി ഖൽഖിൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാഹു എല്ലായിടത്തുമുണ്ട്, എല്ലാ സൃഷ്ടികളിലുമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അകാന അല്ലാഹു ഇലാഹൻ വാഹിദ, അള്ളാഹു ഏക ഇലാഹ് ആയിരുന്നല്ലോ. ഖബല അൻ യഖ്ലുഖൽ ഖൽഖ, സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പും, വൽ അംകിനത, സ്ഥലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പും അള്ളാഹു ഏകനായ ഇലാഹ് ആയിരുന്നല്ലോ. ഖാലു നഅം, അപ്പോൾ നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ, എന്നിട്ട് അദ്ദേഹം തുടർന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഇടം എന്നത് സൃഷ്ടിയാണല്ലോ, മക്കാൻ സൃഷ്ടിയാണല്ലോ, ആ മക്കാനിലാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നോ അവിടെ തന്നെ നിലനിൽക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ എന്നാണ് ഉസ്മാനുദ്ദാരിമി ഈ മുഅ്തസിലത്തിനോട് ജഹ്മിയത്തിനോട് ചോദിക്കുന്നത്. 458 മരണപ്പെട്ട പ്രമുഖ അശ്അരി പണ്ഡിതനായ ഇമാം ബൈഹഖിയുടെ അസ്മാ വ സിഫാത്ത് എന്ന ഗ്രന്ഥമാണ്. ഇതിൽ ഹിജ്റ 181 മരണപ്പെട്ട അബ്ദുല്ലാഹിബ്നുൽ മുബാറക്കിനെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനാണ്, ഇമാം അബൂ ദാവൂദിന്റെ ഗുരുവര്യനാണ്. എന്താണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് പറഞ്ഞത്? ഇമാം ബൈഹഖി ഉദ്ധരിച്ച് പറയാണ്, മറ്റൊരു പണ്ഡിതൻ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുകയാണ്. സമിഅതു അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് യഖൂൽ, അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് പറയുന്നത് ഞാൻ കേട്ടു, നഅരിഫു റബ്ബന ഫൗക സബ്ഇ സമാവാത്തിൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ അറിയാം 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള, അലൽ അർശിസ്തവ, അർഷിന്മേൽ ഉപവിഷ്ടനായ അള്ളാഹുവിനെ ഞങ്ങൾക്കറിയാം, ബാഇനും മിൻ ഖൽഖിഹി, സൃഷ്ടികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന അള്ളാഹുവിനെ ഞങ്ങൾക്കറിയാം, വലാ നഖൂലു കമാ കാലത്തിൽ ജഹ്മിയ, ജഹ്മിയത്ത് പറയുന്ന പോലുള്ള വാദങ്ങൾ ഞങ്ങൾ പറയില്ല. അവരെന്താണ് പറഞ്ഞത്? ബിഅന്നഹു ഹാഹുന വ അശാറ ഇലൽ അർദി, ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് പറഞ്ഞതാ ഇവിടെയൊക്കെ ഉള്ള അള്ളാഹുവിനെയാണ് അവർ പരിചയപ്പെടുത്തുന്നത്, ആ അള്ളാഹുവിനെ ഞങ്ങൾക്ക് അറിയില്ല. മറ്റൊരു ഉദ്ധരണി ഇങ്ങനെയാണ്, അബ്ദുല്ലാഹിബ്നുൽ മുബാറക്കിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതിൽ ഇമാം ബൈഹഖി പറയാണ്, വ ഖസദ ബിദാലിക, ആ പ്രസ്താവന കൊണ്ട് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് ഉദ്ദേശിച്ചത് തക്ദീബൽ ജഹ്മിയ, ജഹ്മിയത്തുകളെ നിഷേധിക്കലാണ്. ഫീമ സഅമു, അവരുടെ വാദത്തെ, എന്താണ് അവരുടെ വാദം? അന്നഹു ബികുല്ലി മക്കാനിൻ, അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന അവരുടെ വാദത്തെ നിഷേധിക്കലാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്കിന്റെ ആ പ്രസ്താവന കൊണ്ടുള്ള ഉദ്ദേശം. നോക്കൂ, ഇതാണ് ഇമാമുകൾ പറഞ്ഞ അള്ളാഹു.